ഇനിയാണ് എനിക്കെൻ്റെ ചിന്ത പറയാനുള്ളത്. ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മൃഗം അറുക്കപ്പെടുന്നു. ആ മൃഗം അറുക്കപ്പെട്ടതുകൊണ്ട് ആദാമും ഹവ്വയും ചെയ്ത പാപം അവസാനിച്ചിട്ടുണ്ടാവുമോ? ഇല്ല. ഇനി അവർക്ക് നഷ്ടപ്പെട്ട തേജസ് കിട്ടിയോ? ഇല്ല. ഇനി അവരെ ആ തോട്ടത്തിൽ നിലനിർത്തിയോ? ഇല്ല. പോട്ടെ, ഇതെല്ലാം വിട്ടാലും ഇനി അവരുടെ ഓർമ്മകളിൽ നിന്ന് ആ കാര്യം മറന്നു പോകുമോ? ഒരിക്കലുമില്ല, മറന്നു പോകില്ല. അപ്പം പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ചിന്തയിൽ അവിടെ സംഭവിക്കുന്നത്, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആദാമിനോടും ഹവ്വയോടും ദൈവത്തിന് കരുണ തോന്നി. ദൈവത്തിന് അവരോട് മനസ്സലിവ് തോന്നി. ഒന്നുകൂടെ കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, അയ്യോ പാവം. അതുപോലെ ദൈവത്തിന് അവരോടൊരു അയ്യോ ഭാവം തോന്നി. കാരണം അവരുടെ മുമ്പിൽ ഇനി ഒന്നുമില്ല. അവരാകെ തകർന്ന് നിൽക്കുകയാണ്. അവർക്കിനി അവരുടെ മുമ്പിൽ അവരെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്ന അവരോട് ദൈവത്തിന് തോന്നിയ ആ കരുണ, അല്ലെങ്കിൽ ആ ഒരു രക്ഷ, അതിനു വേണ്ടി ദൈവം തുറന്നു കൊടുത്ത ഒരു വഴിയാണ് ഈ യാഗം. ആക്ച്വലി അപ്പോൾ യാഗത്തിൽ എന്താ സംഭവിക്കുക? ഞാൻ ഒരു പാപം ചെയ്തു. ഞാനൊരു ആടിനെയും കൊണ്ട് ആലയത്തിലേക്ക് ചെല്ലുന്നു. ദൈവം കൽപ്പിച്ച പ്രകാരം ഞാൻ ആ മൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കുന്നു. ആ യാഗമൃഗത്തെ അറുക്കുന്നു. അവിടെയുള്ള പുരോഹിതന്മാർ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ സത്യത്തിൽ ദൈവം എന്നോട് മനഃപൂർവ്വമായി എന്നോടുള്ള കരുണ പ്രകാരം, എന്നുള്ള സ്നേഹം കൊണ്ട് എൻ്റെ പാപങ്ങളെ ദൈവം ക്ഷമിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവം അതങ്ങോട്ട് മറക്കുകയാണ്. ശരിക്കും അതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു മൃഗം മരിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ പാപത്തിന് പകരം ആ മൃഗത്തിൻ്റെ മരണത്തെ, അതായത് ഞാൻ അനുഭവിക്കേണ്ട മരണത്തെ ആ മൃഗത്തിൻ്റെ മേൽ ചുമത്തുകയാണ്. അപ്പോൾ ആ ദൈവം മൃഗത്തിൻ്റെ മേൽ ചുമത്തുന്നതോടുകൂടി എനിക്ക് നീതീകരണം സംഭവിക്കുന്നു. മാനുഷികമായി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കാര്യം മനസ്സിലാവില്ല. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് എന്നോട് കരുണ തോന്നി, ദൈവത്തിന് എന്നോട് ക്ഷമിക്കണം തോന്നി. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ ഞാൻ മരണയോഗ്യനാണ്. അപ്പോൾ എന്നെ മരിക്കണം ഞാൻ, പക്ഷേ ദൈവത്തിന് എന്നെ രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? യാഗം അർപ്പിക്കാൻ പറഞ്ഞു. ഞാൻ യാഗം അർപ്പിച്ചു. ഞാൻ യാഗം അർപ്പിക്കുമ്പോൾ ദൈവം ആ യാഗത്തിൽ പ്രസാദിച്ചുകൊണ്ട് എൻ്റെ പാപത്തുകളെ എന്നോട് ക്ഷമിക്കുകയും എനിക്ക് പകരമായി മരിച്ച ആ മൃഗത്തിന്മേൽ, ആ മൃഗത്തിൻ്റെ ഇതിലേക്ക് ചുമത്തുകയും ചെയ്യുന്നു. എന്നിട്ട് എന്നോട് ക്ഷമിച്ച് എന്നെ നീതീകരിച്ചിട്ട് ആ മരണത്തിൽ തന്നെ വിടുവിക്കുന്നു. ആ യാഗത്തിലൂടെ ഞാൻ, അതായത് പാപം ചെയ്ത് ദൈവത്തിന് അകന്നവനായ ഞാൻ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നു. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം, യേശുവിലേക്ക് വരാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? യാഗം ഒക്കെ നിർത്തലായി. ദൈവം ഓൾറെഡി പറഞ്ഞു, യാഗം വെറുക്കുന്നു എന്നെല്ലാം പറഞ്ഞ് എല്ലാം അവിടെ കഴിഞ്ഞു. അതുപോലെ തന്നെയുള്ള കാര്യം, അവരുടെ ഇസ്രായേൽ മക്കളുടെ പ്രവർത്തികളെല്ലാം ദൈവം വെറുത്ത് ഫൈനലി പുത്രനെ അയക്കണം. പുത്രനും അറുക്കപ്പെടുന്നു. ഇപ്പോൾ ക്രൂശിലൊരു യാഗമായി തീർന്നു. പഴയ നിയമത്തിൽ ആടിനെ കൊണ്ടുവന്ന് ഒരു വ്യക്തി തങ്ങളുടെ കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുമ്പോൾ, അതായത് യാഗമൃഗത്തെ അർപ്പിച്ച് നിരപ്പ് പ്രാപിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ഒരു വീണ്ടും ഞാൻ അനുഭവത്തിലോടുകൂടി കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുമ്പോൾ, അതുപോലെ ആ കർത്താവിനെ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, അവരുടെ പാപത്തെയും ദൈവം ആ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടിൻ്റെ മേൽ ചുമത്തിക്കൊണ്ട്, മുമ്പുള്ള യാഗമൃഗത്തിൻ്റെ മേൽ ചുമത്തുന്ന പോലെ തന്നെ
ഈ കർത്താവായ നമ്മുടെ യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ സംഭവിക്കുന്ന ആ ഒരു യാഗത്തിൽ നമ്മുടെ ഈ മാനസാന്തരവും വീണ്ടും ജനനനുഭവവും കർത്താവിന് രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ദൈവം നമ്മളോടും ക്ഷമിക്കുകയാണ്. അതായത് നമ്മുടെ പാപങ്ങളെ എല്ലാം അവൻ്റെ മേൽ ചുമത്തിക്കൊണ്ട്, ആ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാടിൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് നമ്മളെ നീതീകരിക്കുകയാണ്. പഴയ നിയമത്തിൽ നീതീകരിക്കപ്പെട്ടതുപോലെ തന്നെ പുതിയ നിയമത്തിലും ഇനി കർത്താവിൻ്റെ വരവ് വരെയും എല്ലാവരും കാൽവരി യാഗമായ യേശുവിലൂടെ പിതാവുമായിട്ടുള്ള ആ നിരപ്പ് പ്രാപിക്കുകയാണ്. ഇങ്ങനെ നിരപ്പ് പ്രാപിക്കുന്നവരോട് ദൈവം ക്ഷമിക്കുന്നു. ഇത് എന്താ പറയുക, നമ്മളാരും ചെയ്ത ഒരു കാര്യമല്ല. ഇത് ദൈവം ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെ മുമ്പിലേക്കും വെച്ചിരിക്കുന്ന ഒരു മാർഗമാണ്. ക്രിസ്തുവിന് മുമ്പ് ദൈവം അത് ഇസ്രായേൽ മക്കൾക്ക് മാത്രം കൊടുത്ത ഒരു യാഗത്തിൻ്റെ നിയമങ്ങളാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ മരണശേഷം ഇത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെ മുമ്പിലേക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു മാർഗമാണ് ഇത്. അതായത് ക്രൂശിക്കപ്പെട്ട യേശുവിലൂടെയുള്ള രക്ഷ. അതുകൊണ്ടാണ്, അതായത് മനുഷ്യനുണ്ടാക്കിയ നിയമമല്ല, ഇത് ദൈവം വെച്ച വ്യവസ്ഥയായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരിൽ ഒരേ ഒരു നാമമുള്ളൂ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടെ എടുത്തു പറയാൻ ആഗ്രഹമുണ്ട്. കാരണം ഇന്നിപ്പം നമ്മൾ ക്രിസ്തീയ ലോകത്തിൽ ഏത് വിഭാഗമാകട്ടെ, ഏത് വിഭാഗത്തിൻ്റെ ആരാധനയാവട്ടെ, അതിൽ നമ്മൾ ചെയ്തു വരുന്ന ഒരു ശുശ്രൂഷയാണ് തിരുമേശ, അല്ലെങ്കിൽ കർത്തൃമേശ, തിരുവോസ്തി, അങ്ങനെ പല പേരുകളിലൊക്കെ ഇത് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നമ്മളിത് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണം. കർത്താവ് ഇതിനു വേണ്ടി എത്രത്തോളം വില കൊടുത്തു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. അതിൽ നമ്മൾ ഒരു ബർഗറും പെപ്സിയും കഴിക്കുന്ന ലാഘവത്തോടെയൊക്കെയാണ് നമ്മളിത് കഴിക്കുന്നതെങ്കിൽ, എന്താ പറയുക, അതുപോലെ തന്നെ പല ആചാരാനുഷ്ഠാനങ്ങൾ പോലെ ഇതും നമ്മുടെ ക്രിസ്തീയ ലോകത്തിലൊരു ആചാരം പോലെയാണ് നമ്മളിത് കഴിക്കുന്നതെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് കർത്താവ്. ലോകത്തുള്ള എല്ലാവരും ഇതിൽ പെടും. ഞാനും ഉൾപ്പെടും, നിങ്ങളും ഉൾപ്പെടും. ഇത് ദൈവം നമുക്ക് ചെയ്തു തരേണ്ട ഒരു അവകാശം, നമ്മുടെ അവകാശമൊന്നുമല്ല. ആക്ച്വലി പറഞ്ഞാൽ നമുക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മൾ ലോകത്തിൻ്റെ പാപം ചുമക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഒരിക്കലും അതിൻ്റെ സീരിയസ്നെസ് കാണാൻ സാധിക്കില്ല. ഇവിടെ നമുക്കൊരു ഒരു വാക്ക് നമുക്ക് മാറ്റാം. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന എന്നുള്ളത് മാറ്റിയിട്ട് എൻ്റെ പാപം ചുമക്കുന്ന എന്നൊന്ന് മാറ്റി നോക്കൂ. അപ്പോൾ അതിന് കുറച്ചും കൂടെ നമുക്കൊരു സീരിയസ്നെസ് തോന്നില്ലേ. അതായത് കർത്താവ് ഈ ഭൂമിയിൽ വന്നതും ഈ യാഗം കഴിച്ചതും എൻ്റെ പാപത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ കർത്താവ് അങ്ങനെ മരിക്കേണ്ട വന്നത് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്കൊരു നിമിഷം പഴയ നിയമത്തിലേക്ക് ഒന്നുകൂടെ പോകാം. പഴയ നിയമത്തിൽ ഞാൻ പാപിയാണ്, ദൈവമായി അകന്ന് നിത്യനരകത്തിന് യോഗ്യനായിരിക്കുന്നു, എനിക്ക് ഈ രക്ഷയ്ക്ക് ദൈവം ഒരു മാർഗ്ഗം ഒരുക്കിയിരിക്കുന്നു. ആ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഒരു ആടിനെ കൊണ്ടുപോകണം, ആലയത്തിലേക്ക് കൊണ്ടുപോകണം,